ശിവസാന്നിധ്യത്തിൽ കുടികൊള്ളുന്ന ഭാരതത്തിലെ ഏക ശകുനി ക്ഷേത്രമാണ്. ഭാരതത്തിൽ ഒരു ക്ഷേത്രമേ ഉള്ളൂ, ശകുനിയുടെ ക്ഷേത്രം, അതിവിടെയാണ്. അത് ശിവശക്തിയോടുകൂടി, ശിവൻ്റെ അനുവാദത്തോടുകൂടി ഇവിടെ കുടികൊണ്ട് ഇരിക്കുന്നതെന്നൊക്കെയാണ് ഐതിഹ്യം. കൊടി കയറ്റ എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ട്, അതുപോലെ കൊടിയിറക്കമുണ്ട്. ഇവിടെ കൊടി കയറ്റേ ഉള്ളൂ, കൊടി ഇറക്കില്ല. പറഞ്ഞിട്ട് ഈ രണ്ട് കൊടിയാണ് ഇവിടെ കയറ്റുന്നത്. ഈ രണ്ട് കൊടിയാണ് ഇവിടെ കയറ്റുന്നത്. ഇനി അടുത്ത വർഷം കൊടി കയറുന്നതിൻ്റെ അന്നേ വനെ അടിച്ച് മാറ്റും. പറഞ്ഞിട്ട് ഇതെന്ന് പറയുമ്പം പ്രശ്നങ്ങൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അത് നമ്മൾ പിന്നെ ആ സമയമാകുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യും. അവർ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുടി എല്ലാം കൂടെ ഒന്നിച്ച് ഇവിടെ തന്നു കഴിയുമ്പോൾ നമ്മൾ ആ കുടി ഇവിടെ വെച്ച് ഒന്നിച്ച് പൂജ ചെയ്യും. പൂജ ചെയ്തിട്ട് ടോക്കൺ വിളിച്ച് അവരെ കൊണ്ട് തന്നെ കെട്ടിക്കുന്നു. ഈ കുടി കയറി കഴിയുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങളെന്ന് പറയുന്നത് നാനാജാതി മതസ്ഥരും ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഹിന്ദുക്കളെക്കാൾ കൂടുതൽ മറ്റുള്ള ആൾക്കാരാണ് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, അങ്ങനെ എല്ലാവരും വന്ന് എല്ലാ കാര്യങ്ങളും സാധിച്ചുകൊണ്ട് പോകുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ വലിയ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഉള്ള രീതികളുള്ള വഴിപാടുകളാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടുത്തെ ശകുനിക്ക് പ്രധാനമായിട്ടുള്ളത് മുറുക്കാനും പട്ടും. പണ്ട് ഇവിടെ അകത്ത് നമ്മൾ മദ്യം നിവേദിക്കുമായിരുന്നു. ഇപ്പോൾ അത് പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുറത്ത് മുഹൂർത്തിക്ക് സങ്കല്പിച്ചുകൊണ്ടാണ്. അതും ഒരു പ്രധാന വഴിപാട് തന്നെയാണ് ഇവിടെ മദ്യം. അതിത്രയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ വഴിപാടെന്ന് ഉദ്ദേശിച്ച് നമ്മൾ വരുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊള്ളാം എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ വന്നാണ് അതിവിടെ നേർച്ച ചെയ്യുന്നത്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, നേർച്ച ചെയ്യാനുള്ള എല്ലാ സാധനവും ഉണ്ട്. ഏത് സാധനങ്ങളും ക്ഷേത്ര സംബന്ധമായ എല്ലാ സാധനങ്ങളും നേർച്ച ചെയ്യാൻ ഇവിടെ ഉണ്ട്. അത് വരുന്ന ഭക്തർക്ക് ഇഷ്ടപ്രദമായ സാധനങ്ങൾ അവർ ചോദിക്കുന്ന സാധനം നമ്മളിവിടെ കൊടുക്കും. അതാണ് ഇവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ട് അപ്പൂപ്പനും മുറുക്കാനാണ് നേർച്ച. മേൽക്കൂര ഇല്ലാത്ത ക്ഷേത്രമാണല്ലോ. മേൽക്കൂര ഇല്ലാത്ത ക്ഷേത്രമാണ്. മേൽക്കൂര വെക്കാനൊക്കത്തില്ല. മേളിൽ ഈ ബിംബത്തിന് മേളിൽ സ്ഥിരമായി ഒന്നും ചെയ്യാനൊക്കാത്ത കാര്യങ്ങളാണ്. നമുക്കൊരു കവാടം പോലും ചെയ്യാൻ പറ്റത്തില്ല. ബിംബത്തിന് ഉയരത്തിൽ ക്ഷേത്രത്തിൻ്റെ ഒരു കവാടം പോലും നിർമ്മിക്കാനൊക്കാത്ത രീതി. ഏകദേശം എത്ര വർഷം പഴക്കം നമ്മൾ സങ്കല്പിക്കാം? ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇത് പ്രാചീന കാലത്തെ കുറവർ സമുദായത്തിലെ അവർ കണ്ടെടുക്കപ്പെട്ട ഒരു ക്ഷേത്രമാണെന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബ്രാഹ്മണ പൂജകളല്ല ചെയ്യുന്നത്. ഐതിഹ്യത്തെ കുറിച്ചൊന്ന് പറയാം. ശകുനി സൈന്യങ്ങളുമായിട്ട് ഇവിടെ വന്ന് പാർക്കുകയും ശരം പൗത്ത് കൊടുത്തതാണ്. ശരമെന്നാണ് മനുഷ്യന്റെ ശരം പൗത്ത് കൊടുത്ത് അങ്ങനെയാണ് പൗത്തേ ശരം എന്ന. അപ്പൊ ഈ വല്ല ആൾക്കാർക്കെല്ലാം പങ്കുവെച്ച് കൊടുത്തപ്പോൾ അവർക്ക് അത് സന്തോഷം കൊണ്ട് അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പൗത്തേ ശരം എന്ന് പറഞ്ഞു. അങ്ങനെ പൗത്രേശ്വരമായതാണെന്നാണ് ഒരു ഐതിഹ്യം. പിന്നെ സാധാരണ ഈ ക്ഷേത്രങ്ങൾ മൊത്തം പൂജിക്കുന്ന പ്രമുഖമായിട്ടുള്ളവരാണ്. അത് ഈ മലയിൽ ഇപ്പെടുന്ന ആളുകളാണ്. എല്ലാ തലമുറകളിൽ വരുന്നതാണ് ഞങ്ങൾ. പ്രത്യേകം പൂജ പഠിക്കുകയോ അങ്ങനെ വല്ലതും വേണമെന്നുണ്ടോ? ഇല്ല, ഇത് പിന്നെ പ്രത്യേകം പൂജ പഠിക്കേണ്ട കാര്യമില്ല. പാരമ്പര്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ഇരിക്കുമ്പം വിളിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളിപ്പോൾ എന്താണ് പറയുന്നത്, എന്തുവാണ്? പിന്നെ ചിലർ വന്ന് സന്താന ഭാഗ്യം, ചിലർ അസുഖങ്ങൾ, രോഗങ്ങൾ, ചിലർ വസ്തു സംബന്ധമായിട്ട്, ചിലർ മംഗല്യഭാഗ്യം, ചിലർ ഇങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ വിളിച്ചൊല്ലി പൂജയാണ് ഇതിനാണ്. വർഷത്തിൽ ഒരിക്കൽ ഉത്സവ ദിവസം ബലിയ കൊടുക്കും. കരിക്ക് ബലിയാണത്. അതാണ് അതുകൊണ്ട് അതിനകത്തോട്ട് ഇവിടെ കാണിച്ചത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം വന്നപ്പം ഉയർന്നതേ കൊണ്ട് മനസ്സിലായിരിക്കുകയാണ്. അതിനകത്താണ് കരിക്കുബലി നടത്തുന്നതും ആ കല്ലാണ് കണ്ടെടുക്കുന്നത് ആദ്യമായിട്ട്. അതാണ് സാങ്കല്പികം. ഇതാണ് ഇതിനകത്താണ്. അതിനകത്ത് ഉണ്ടിരിക്കുക അത് വിചാരത്തിന് പ്രാവശ്യം കരിക്കൊണ്ടാണ് ബലി നടത്തുന്നത്.
കരിക്കുവലി, അതായത് മലക്കുട പോയിട്ട് വന്നു കഴിഞ്ഞാൽ കരിക്കുവലി നടത്തുക. കരിക്കുവലി നടത്തിയിട്ട് ദീപാരാധന അന്ന് മാത്രമേ ഉള്ള ഈ കരിക്കുവലിയാണ്. അതിന് പകരം നമ്മൾ ബലിക്കല്ല് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കരിക്ക് ഒരുപാട് കാണും, ആയിരക്കണക്ക് കരിക്കാണ്. അപ്പം എല്ലാം കൂടെ അടിച്ച ഈ ക്ഷതം പറ്റുന്നുണ്ടാന്ന് കയറി നമ്മൾ ബലിക്കല്ല് ഇവിടെ ഉണ്ടാക്കി. ആദ്യം ഒരു കരിക്ക് മാത്രം പൊട്ടിച്ചത് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി മൊത്തം ഇവിടെ ബലിക്കല്ലേ അടിക്കരുത്. ഉത്സവം എന്ന് പറയുന്നത് വേറെ 28 ഫെബ്രുവരി 3-ാം തീയതി തുടങ്ങി 11-ാം തീയതി തനിക്കുന്ന രീതിയിലുള്ള കുടിയേറ്റ് മഹോത്സവത്തോടു കൂടിയുള്ള ചാരമഹോത്സവമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ധാരാളം ഭക്തജനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ വിശ്വാസപരമായിട്ടുള്ള രീതിയിലുള്ള ഭക്തജനങ്ങൾക്ക് നല്ല വിശ്വാസമുള്ള ഒരു ക്ഷേത്രമായി മറ്റുള്ളതാണ്. ഇവിടെ പ്രധാന ഉത്സവം ഉച്ചാരമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് അത് കൊണ്ടാടുന്നത്. അതേപോലെ തന്നെ ഇവിടെ കുടിയേറ്റ് മഹോത്സവം, അതേപോലെ ഭക്തജനങ്ങൾക്ക് നേർച്ചക്കുടി കെട്ടാനുള്ള അവസരങ്ങൾ, അതേപോലെ തന്നെ വിദേശങ്ങളിൽ പോകുന്ന ആൾക്കാരും അതേപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ പോകുന്ന ആൾക്കാരും അവരെല്ലാവരും ആ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്തിന് ഇവിടുത്തെ ഭസ്മമായിട്ടാണ് അവിടെ പോകുന്നതും. കൊച്ചുങ്ങൾക്കായാലും മറ്റുള്ളവർക്കായാലും ഏതൊരു ആപത്ത് വരുമ്പോഴും അവർ ഈ സ്ഥലത്തുള്ളവരെന്ന നിലയിൽ ആ സ്ഥലദേവനെ മനസ്സ് ധ്യാനിച്ചുകൊണ്ട് അവർ പൈസ ഒഴിഞ്ഞ് ആ കുട്ടിയുടെ ശരീരത്തിൽ പൈസ ഒഴിഞ്ഞ് വെച്ചാൽ ഈ അസുഖങ്ങൾ മാറിക്കിട്ടുന്നില്ല, ഭയങ്ങൾ മാറിക്കിട്ടുമെന്നും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽപ്പെട്ടവർക്ക്, ഈ നാട്ടിൽപ്പെട്ടവർക്ക് അനുഭവങ്ങളാണ്. ഈ അനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് ക്ഷേത്രം ഏതാണ്ട് നല്ല പുരോഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ലോണം ഭക്തജനങ്ങൾ വരുന്നുണ്ട്. കേരളത്തിന് പുറത്തുനിന്നും അനവധി ആൾക്കാർ വരുന്ന ഒരു ക്ഷേത്രമാണ് ഈ ശകുനി ക്ഷേത്രം. ആ ക്ഷേത്രം കാലക്രമേണ ഒരു മഹാക്ഷേത്രമായി മാറാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിൽ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ജനങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. ക്ഷേത്രത്തിൽ അധിഷ്ഠിതമായ വിധാനത്തോടുകൂടിയാണ് ക്ഷേത്രങ്ങളിലെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ ജനങ്ങളുടെ വിശ്വാസമാണ് ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി വലുതാക്കിയിട്ടുള്ളത്. ഒട്ടനവധി പുരാണ കാര്യങ്ങൾ തന്നെ ഉണ്ട്. പിന്നെ കളഞ്ഞുപോയ സാധനങ്ങൾ കിട്ടുന്നതായാലും ഒട്ടേറെ നേർച്ചകൾ ചെയ്ത് പലരുടെയും പല അഭീഷ്ട കാര്യങ്ങൾ സാധിച്ചു വന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ആളുകൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ കൂടുതൽ വരാൻ തുടങ്ങിയതും. അതുപോലെ തന്നെയാണ് എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര ഭരണസമിതി 33 അംഗ ഭരണസമിതിയാണ്. എല്ലാ കരകളിൽ നിന്നും എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾ കൊണ്ട്, പിന്നെ ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഈ ഉച്ചാര ദിവസങ്ങളിലും വിശേഷപ്പെട്ട ദിവസങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഉരുപ്പടികൾ വരെ ഇവിടെ പിന്നെ നേർച്ച ചെയ്തിട്ടുള്ള മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരുമുണ്ട്, ക്രിസ്ത്യാനി വിഭാഗത്തിൽ നിന്നുള്ള എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവരും. ഈ കളഞ്ഞു കിട്ടിയ സാധനങ്ങൾ കിട്ടാനുള്ള വഴിപാട് വഴിപാട് പ്രത്യേകം അവർ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ ഒരു നേർച്ച പറയുന്നു. അത് നമ്മുടെ ഇവിടുത്തെ പൂജാരി അത് വേണ്ടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ എത്രയോ പേരുടെ കളഞ്ഞുപോയ സാധനങ്ങളൊക്കെ ഇവിടെ അവർക്ക് തന്നെ തിരികെ കിട്ടിയതനുസരിച്ചുള്ള വഴിപാടുകൾ അവർ ചെയ്യുന്ന വഴിപാടുകൾ കുറഞ്ഞൊന്നുമല്ല. അന്നദാനം ഉൾപ്പെടെയുള്ള വലിയ വലിയ വഴിപാടുകളായിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഒരു 4-5 കൊല്ലം കൊണ്ട് നമ്മുടെ വിശ്വാസപ്രകാരം ഇങ്ങോട്ട് വരികയാണ്. നമുക്ക് നല്ല വിശ്വാസമാണ് അപ്പൂപ്പനിൽ. നിങ്ങളുടെ കാര്യം എന്താ പറഞ്ഞാലും സാധിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ 4 വർഷമായിട്ട് വരുന്നു. എന്ത് കാര്യം പറഞ്ഞാലും അതുപോലെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. എല്ലാ മാസവും വരാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേക പരിശീലനം സിദ്ധിച്ച 14 ആളുകൾ 17 പേരോളം ഇവിടെ നമ്മുടെ ഈ സന്നിധാനത്തിൽ വന്ന് ദേവനെ പൂജിച്ച് അവർ അനുവാദം വാങ്ങിച്ചതിന് ശേഷം അവരുടെ പാരമ്പര്യമായ ചില വാദ്യോപകരണങ്ങളും മറ്റ് അതിൻ്റെ ആശം പാടിക്കൊടുക്കുന്ന ആ പാട്ടിനനുസരിച്ച് ഇവിടെ ഈ ദേവൻ്റെ സന്നിധിയിൽ ദേവനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കളികൾ ഒരു അരങ്ങേറുന്നുണ്ട്. അതിന് നമ്മൾ ഭാരതം കളി എന്നാണ് വിളിക്കുന്നത്, അല്ല പറയുന്നത്. പാരമ്പര്യമായിട്ട് അവർ ചെയ്യുന്ന ഒരു കലയാണ്. ആ കലാരൂപം ഇന്നും അതിന് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ആ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ ഇന്നും ഉച്ചാര ദിവസം അത് നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുക.